ഈ പ്രോബ്ലംനകത്ത് നമ്മൾ ഓക്കെ ഈ വീഡിയോനകത്ത് നമ്മൾ MBCTൻ്റെ ഏപ്രിൽ 2022 FM ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡ്യൂൾ 4ൻ്റെ പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം വായിക്കുവാണേ. ഡിറ്റർമൈൻ ദ ഡയമെൻഷൻസ് ഓഫ് എ കനാൽ ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ വിച്ച് ഹാസ് ടു ബി എക്സ്കവേറ്റഡ് ടു ഇറിഗേറ്റ് ദ ലാൻഡ്. The cross section of which is to be such that the discharge is 600 liters per second is obtained with the least cost. The slope തന്നിട്ടുണ്ട് take c is equal to 50. അപ്പോൾ ആദ്യം നമുക്ക് given data എഴുതാം. എന്തൊക്കെയാ? ഡിസ്ചാർജ് എത്രയാ? 600 liters per second. അത് നമ്മൾ മീറ്റർ ക്യൂബിലോട്ട് മാറ്റി. ബിക്കോസ് 1 liter is equal to 10⁻³ മീറ്റർ ക്യൂബ്. ഓക്കെ, അറ്റ് ലീസ്റ്റ് കോസ്റ്റിന് അവർ പറഞ്ഞിട്ടുണ്ട്. ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനാണ്, ചാനലാണ്. ഇപ്പോൾ മോസ്റ്റ് എക്കണോമിക്കൽ റെക്ടാങ്കുലർ ചാനലായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ എന്താ കണ്ടുപിടിക്കേണ്ട? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയമെൻഷൻസ് ഓഫ് ദി ചാനൽ. ദാറ്റ് ഈസ് ബ്രെത്തും ഡെപ്തും നിങ്ങൾ ആ റെക്ടാങ്കുലർ ചാനലിന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം സൊല്യൂഷൻ എന്തുവാ? കണ്ടീഷൻ ഫോർ ദ മോസ്റ്റ് എക്കണോമിക്കൽ റെക്ടാങ്കുലർ സെക്ഷൻക്ക് എന്തുവാ? ബ്രെത്ത് ഷുഡ് ബി ട്വൈസ് ദ ഡെപ്ത്. B is equal to 2D, R is equal to D/2. ഓക്കെ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഹാഫ് ഓഫ് ദി ഡെപ്ത് ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത നമുക്ക് എന്ത് ചെയ്യണം? Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റീന് നിങ്ങൾക്കറിയാം. ഏരിയ എന്തുവാ? B ഇൻറ്റു D ആണ്. വെലോസിറ്റി എന്തുവാ? 1/n, R⁻²/3, S⁻½ ആണ്. ഓക്കെ, ഇത് മാനിങ്സിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് C തന്നതുകൊണ്ട് നമുക്ക് സിയിലോട്ട് കൊണ്ടുവരാം. A is equal to C ഏരിയ ഇൻറ്റു Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റീന് പകരം C ഇൻറ്റു RS. ഈ സെയിം ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ n ഇൻ ടേംസ് ഓഫ് സിയിൽ നിങ്ങൾ പിന്നെ മാറ്റണം. അതിന് പകരം നമുക്ക് സി ഉള്ള ഒരു ഫോർമുല നമുക്കറിയാമല്ലോ. V is equal to C ഇൻറ്റു √RS എന്നറിയാം. അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ ഈസ് ഈക്വൽ ടു ബ്രെത്ത് ഇൻറ്റു ഡെപ്ത് ഇൻറ്റു C ഇൻറ്റു √RS. ബ്രെത്ത് 2D ആണ്. ഓക്കെ, C നമുക്ക് അറിയാം. R is equal to D/2 ആണ്. അപ്പോൾ നിങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയാമീറ്റർ കിട്ടും. ഡയാമീറ്റർ വെച്ച് നമുക്ക് ബ്രെത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അവസാനം റിസൾട്ട് എഴുതുക. റിസൾട്ട് എന്തുവാണെന്നുള്ളത് എഴുതുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ.